എൻ്റെ ഒരു സുനിൽകുമാർ എന്നാണ്. ഇവിടെ എത്ര വർഷമായിട്ട് ട്രാക്കൊക്കെ? ഞാൻ 96-ൽ കമ്പനി കയറിയതാണ്. അന്ന് എൻ്റെ കൂടെ കയറിയതാണ് ഇന്ന് ഈ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ഉണ്ണി. നല്ലൊരു എന്താ പറയുക, എനിക്ക് വളരെ സങ്കടം തോന്നുന്നു. കാരണം വെച്ചാൽ കേട്ടിട്ട് ഇപ്പോഴും വിശ്വാസമില്ല. കാരണം കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ വളരെ ദയനീയമായിട്ടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞു പോയി. പക്ഷേ വളരെ ഗ്ലൂമി ആയിരുന്നു. ഇങ്ങനെ ഒരു കാര്യം ചെയ്യും നമ്മളാരും പ്രതീക്ഷിച്ചില്ല. ഇന്ന് ഈ ഇരിക്കുന്ന ഇവിടെയുള്ള എല്ലാ തൊഴിലാളികളുടെയും മാനസികമായിട്ട് തകർത്തളഞ്ഞു. കാരണം ഇത് ചെയ്യേണ്ടത് പലരും ചെയ്യാനിരിക്കുന്നതുള്ളൂ എനിക്ക് എൻ്റെ അഭിപ്രായം പറയുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച കൂടി ഞാനിതിനൊന്നും ശ്രമിച്ചതാണ്. എൻ്റെ കുറേ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയതാണ്. കാരണം 11 മാസമായി ഇവിടെ ശമ്പളം കിട്ടിയിട്ട് ശമ്പളം കിട്ടാതിരുന്നതല്ല, കിട്ടുന്ന ശമ്പളത്തിന് മുമ്പ് 2-2.5 കൊല്ലമായി ഇത് ഓടുന്നു. അപ്പോൾ ഈ പകുതി ശമ്പളം കൊടുക്കുമ്പോൾ ബാങ്കുകളിൽ ലോൺ എടുത്തവരൊക്കെ അത് കട്ടി. വീട്ടിൽ പോകാൻ ഒന്നുമില്ല, പലരും ജോലിക്ക് വരുന്നില്ല. കാരണം ബസ് ഫെയർ പോലും എടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് വരാതെ ഇരിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ ഇന്ന് ഒറ്റപ്പെടുന്നതിൻ്റെ ഒരു വളരെ ദയനീയമാണ് ഈ കാണുന്ന എല്ലാ തൊഴിലാളിയും നിൽക്കുന്നത്. അതും ഇന്നിപ്പം ഈവനിങ് വന്ന തൊഴിലാളികൾ മാത്രമേ, ഡെയിലും വരാനുണ്ട്. അപ്പോൾ നാളെ ഇതിലും കഷ്ടമായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ. എന്നാലും ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഈ 11 മാസമായിട്ട് തൊഴിലാളിക്ക് ശമ്പളം കിട്ടാതിരുന്നാൽ എങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ല. പലരും വരുന്നില്ല. തൂങ്ങിച്ചാവാൻ ഇനിയും ഉണ്ടാവും എൻ്റെ അഭിപ്രായത്തിൽ. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഇത്രയും പറയാമെങ്കിൽ ഞാനൊരു കാര്യം പറയാം, എൻ്റെ കാര്യം പറയാം. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. കാരണം സാമ്പത്തിക പ്രശ്നമായപ്പോൾ വീട്ടുകാർക്ക് എന്നെ വേണ്ടതായി. അത് ഞാൻ ഇവിടെ ഒരു കോട്ടേഴ്സിൽ ഒറ്റയ്ക്ക് കിടക്കും. ഇത് തന്നെയാണ് മറ്റുള്ളവരുടെ അവസ്ഥ. പലരും പോകണില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോസ്റ്റലിൽ കിടക്കുക, പണിയെടുക്കുന്നത് പണിയില്ല. ഇത് 96-ൽ കമ്മീഷൻ ചെയ്ത കമ്പനി ഇന്ന് ഈ കേരളത്തിൽ വെളിച്ചം കാണിച്ചിട്ടുള്ള ഒരു കമ്പനി ഇതാണ്. ഇവിടത്തെയാണ് ഞങ്ങളുടെ കണ്ടക്ടർ AC സർ AC എല്ലാ സാധനവും അന്നിറക്കിയത് കൊണ്ട് ഇന്നും വെളിച്ചം കാണുന്നു. ഇത്രയും വലിയ കമ്പനി ആർക്കും അത്ര വലുതായിട്ട് അറിയില്ല. പക്ഷേ ഈ ട്രാക്കോ കേബിൾ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ കേരളത്തിൽ മൊത്തം വൈദ്യുതി പെട്ടെന്ന് നമ്മുടെ നാട്ടുഭാഷ പറയുന്നത് ലൈൻ കമ്പിയൊക്കെ ഉണ്ടാക്കിയത് ഈ ഒരു കമ്പനിയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് 9 മാസമായിട്ട് ശമ്പളം ഇല്ലാണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കാൻ? അത് പറയുകയാണെങ്കിൽ ഞാൻ 96 കയറിയിട്ട് ഇന്ന് വരെ ഈ കമ്പനി ഒരു ലേ ഓഫ് പോലും നടത്തിയിട്ടില്ല. അന്നോട്ട് ഇന്ന് വരെ വർക്ക് നടന്നിട്ടൊരു കമ്പനി ഒരു സുപ്രഭാതത്തിൽ മെറ്റീരിയൽ എടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് ഓർഡർ 120 കോടി രൂപ ഓർഡർ നിലവിലുണ്ട്. എന്നിട്ട് മെറ്റീരിയൽ എടുക്കാൻ കാശില്ലെന്നും പറഞ്ഞ് എങ്ങനെ ഒരു 2-2.5 കൊല്ലമായിട്ട് ഇങ്ങനെ പണിയില്ലാതെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കി വെച്ച്. എന്നിട്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സ്ഥലം എനിക്ക് പറയാനുണ്ടെങ്കിൽ ഈ സീപോർട്ട് എയർപോർട്ടിൽ ഇത്രയും ഫ്രണ്ടേജ് ഉള്ളൊരു ഭൂമി വേറൊരു സ്ഥലത്തില്ല. കാരണം കിട്ടില്ല. ആ സ്ഥലം എനിക്ക് തോന്നുന്നത് ഇത് ഇല്ലാന്നാക്കിയിട്ട് വിൽക്കാനാണ്. കാരണം വിൽക്കാൻ എന്നുള്ളതാണ് പറയണത്. പക്ഷേ ഇതുകൊണ്ട് എത്ര ദൂരമല്ലേ. ഈ 96-ൽ ഞാനൊക്കെ കമ്പനിയിൽ ചേരുമ്പോൾ ഞങ്ങളുടെ ആശാന്മാരെന്ന് വെച്ചാൽ ഞങ്ങളുടെ സീനിയേഴ്സ് അവർ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് പോയ കമ്പനിയാണ്. തിരിച്ച് അടുത്ത ജനറേഷൻ ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് എന്താ പറയുക ആഗ്രഹിച്ച് ജീവിക്കുന്ന തൊഴിലാളികളാണ് ഇന്ന് ഇത്രയും പേര്. ഇത് പൂട്ടിപ്പോയാൽ ഇനി ഒരു കമ്പനി തുടങ്ങാതെ നടക്കുന്ന കാര്യമല്ല. അതുമല്ല ഇന്നത്തെ വരുന്ന തലമുറയ്ക്ക് തൊഴിലില്ലായ്മയുള്ള സ്ഥലത്ത് ഒരു സ്ഥാപനം പൂട്ടിപ്പോകുന്നതിൻ്റെ മാനസികാവസ്ഥ ഞങ്ങളുടെ ഭയങ്കരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര പേര് ഇനി ഈ ഉണ്ണിയുടെ അതേപോലെ പോകുന്നുള്ളതും എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത്രയും ഗതികെട്ട് പോയി.